കളിക്കളങ്ങളുടെ അഭാവം യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. കാലത്ത് ഞാൻ ഗ്രൗണ്ടിൽ വരുമ്പോഴേ നമ്മൾ ആദ്യത്തെ പണി സിഗരറ്റ് പാക്കറ്റ് കുപ്പികൾ പൊടിഞ്ഞ ഗ്ലാസ് ഇതെല്ലാം പൊക്കി കളയുന്നുണ്ട്. കലയും സ്പോർട്സും കൊണ്ട് ലഹരിയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കളിയിടങ്ങൾ പ്രധാനമായിട്ടും സ്കൂളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവരെ കുട്ടികളെയാണ് ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഗ്രൗണ്ട് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിട്ട് മാറണം. ഇത് ഏതൊരു പ്രൈവറ്റ് സ്പോർട്സ് കമ്മിറ്റി ഫോം ചെയ്ത് അവരെ ഏൽപ്പിച്ച ഈ ഗ്രൗണ്ട് നമ്മൾ കുട്ടി കളിക്കളയാണ്ട് പിള്ളേർ വരും, കളിക്കാനുണ്ട്. പിള്ളേർക്ക് എല്ലാവർക്കും കളിക്കുന്നത് ആഗ്രഹം, പക്ഷെ അവർക്ക് കളിക്കാൻ ഇടമില്ല. ഈ നിയമത്തിന്റെ പ്രശ്നം മാത്രമേ വന്നു. അവിടെ താങ്കൾ പറഞ്ഞത് മറ്റൊരു രാഷ്ട്രീയക്കാർ എതിർക്കുന്നത് എതിർത്തിട്ടുണ്ട്. ആണോ? ഞാൻ പറഞ്ഞ മറ്റുള്ള രാഷ്ട്രീയക്കാർ ഒരു മെഡല് പോലും നമ്മുടെ മട്ടാഞ്ചേരി ഉപജില്ല കിട്ടിയില്ല. കാരണം നമ്മളെ ഗ്രൗണ്ടിന്റെ ഭാഗം എൻ്റെ ഒരു ആഗ്രഹം ഇതിന് മാറിയ സ്പോർട്സ്മെൻമാർ. പിന്നെ കുട്ടികളുടെ ബോഡി ബിൽഡിംഗ് ഷോ നമ്മൾ സംഘടിപ്പിക്കും. അടിസ്ഥാനപരമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക.